നമസ്കാരം. ഗൾഫ് വാർത്തകൾ. കോഴിക്കോടേക്ക് പുറപ്പെട്ട വിമാനം അടിയന്തരമായി തിരിച്ചിറക്കി. ദുബായിൽ നിന്ന് കോഴിക്കോടേക്ക് പുറപ്പെട്ട ഫ്ലൈ ദുബായ് വിമാനമാണ് തിരിച്ചിറക്കിയത്. സൗദി കിഴക്കൻ പ്രവിശ്യയിലെ ജുബൈലിൽ നിന്ന് കുടുംബത്തോടൊപ്പം ഉംറയ്ക്ക് പുറപ്പെട്ട കർണാടക സ്വദേശി മദീനയിലെ പ്രവാചക പള്ളിയിൽ വെച്ച് മരിച്ചു. ദുബായ് പോലീസ് പട്രോളിംഗ് ശൃംഖലയിലേക്ക് 200 ലാൻഡ് ക്രൂയിസർ കാറുകൾ കൂടി ഗതാഗതം ക്രമീകരിക്കുന്നതിനും വിനോദസഞ്ചാര മേഖലയിലെയും മറ്റ് പ്രദേശങ്ങളിലെയും പോലീസ് ഉദ്യോഗസ്ഥരുടെ സുരക്ഷാ സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയാണിത്. ഉദ്ഘാടനത്തിന് വമ്പൻ ഓഫർ പ്രഖ്യാപിച്ച വ്യാപാര സ്ഥാപനം ഇതോടെ ഇരച്ചുകയറി ആളുകൾ. എന്നാൽ സ്ഥലത്ത് ഉൾക്കൊള്ളാവുന്നതിലധികം ആളുകൾ തള്ളിക്കയറിയതോടെ കട തകർന്നു. സൗദി അറേബ്യയിലെ അസീർ പ്രവിശ്യയിലെ ഖമീസ് മുഷയത്തിലാണ് അസാധാരണ സംഭവം ഉണ്ടായത്. അസർബൈജാനിലെ കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണ് പരിക്കേറ്റ മലയാളി യുവാവിനെ ചികിത്സയ്ക്കായി നാട്ടിലെത്തിക്കാൻ വേണ്ടി ലക്ഷങ്ങൾ കണ്ടെത്താനാകാതെ വിഷമിക്കുകയാണ് ബന്ധുക്കൾ. വീടിനും വീട്ടുകാർക്കും താങ്ങാകാൻ വിദേശത്ത് ജോലിക്ക് പോയ ഇടുക്കി തങ്കമണി നീലിവയൽ സ്വദേശി അബിൻ ടോമിയാണ് അപകടത്തിൽപ്പെട്ട് കിടപ്പിലായത്. തൊഴിൽ താമസ അതിർത്തി സുരക്ഷാ നിയമങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ സൗദി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നടപടികൾ തുടരുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 20,124 പേർ പിടിയിലായി. കുടുംബത്തോടൊപ്പം അവധി ആഘോഷിക്കുന്നതിനിടെ ദുബായിൽ മലയാളി വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. കാസർഗോഡ് ചെങ്കള തൈവളപ്പ് സ്വദേശി മഹ്വാസാണ് മരിച്ചത്.